ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തനം 90 വാക്യം 12. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. സങ്കീർത്തകൻ വലിയൊരു ജ്ഞാനം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ. എന്താണ് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെ ആയുസ്, ഈ ഭൂമിയിലുള്ള ആയുസ്, അതിൻ്റെ ഹ്രസ്വ സ്വഭാവം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ വളരെയധികം ആളുകൾ ഈ ഭൂമിയിലാണ് എല്ലാം, ഇത് അനശ്വരമാണ്, നിത്യമാണ് എന്ന ചിന്തയിൽ ജീവിക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അവരുടെ ജീവിതങ്ങളൊക്കെ, അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അത് ജീവിത സാഫല്യത്തിൽ എത്താത്തതിൻ്റെ സങ്കടങ്ങളോടെ, ഭയങ്ങളോടെ, അസ്വസ്ഥതകളോടെ ഈ ലോകം വിട്ടു പോകുന്നതായിട്ടും നമ്മൾ കാണുന്നു. അപ്പോൾ സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ്, നമ്മൾ കൂടുതൽ ജ്ഞാനികളായി മാറേണ്ടതുണ്ട്, നമ്മൾ കൂടുതൽ ജ്ഞാനമുള്ളവരായി മാറേണ്ടതുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഒരു നിത്യതയെക്കുറിച്ച്, ഈ ഭൂമി അത് താൽക്കാലികമാണ്, കുറേ വർഷങ്ങൾ കഴിയുമ്പോഴെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം, ദൈവസന്നിധിയിലേക്ക് പോകണം, നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ്, മുൻഗണനകളെ അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം എന്നൊക്കെ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയുടേതായി, അല്ലെങ്കിൽ ഇവിടെയാണ് എല്ലാം എന്ന് കരുതി ജീവിച്ച പല മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ലോകത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. മറിച്ചും ജീവിച്ചവർ നമ്മുടെ മുമ്പിൽ നല്ല മാതൃകളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ, ഒരു ജീവിത ലക്ഷ്യത്തോടുകൂടെയുള്ള ഒരു ജീവിതം നയിച്ച് ജീവിത സാഫല്യം നേടണമെന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെറോദസിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം വളരെ ക്രൂരനായിരുന്നു. അദ്ദേഹം തൻ്റെ ആദ്യ ഭാര്യയെയും പുത്രനെയും തൻ്റെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്നുകളഞ്ഞ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ഈ ഹെറോദസിൻ്റെ കാലത്താണ് നമുക്കറിയാം, തൻ്റെ രാജസ്ഥാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് ഉണ്ണിയേശുവിൻ്റെ ജനന സമയത്ത് ബെത്ലഹേമിലെയും പരിസര പ്രദേശങ്ങളിലും എല്ലാം ആൺകുട്ടികളെ നിഷ്കരുണം കൊന്നുകളഞ്ഞത് ഈ മനുഷ്യനാണ്, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കണക്കൂട്ടലുകൾ ഈ ഭൂമിയിലാണെല്ലാം, ഈ ഭൂമിയിലെ നേട്ടങ്ങളിലാണെല്ലാം, അല്ലെങ്കിൽ തൻ്റെ ജീവിതം അതിങ്ങനെ കുറേ നാളുകൾ നീണ്ടു നിൽക്കും, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആരും കരയുകയില്ല, സന്തോഷിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ക്രൂര മനസ്സ് അതിനൊരു ഉപാധി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ മരണമടുത്തപ്പോൾ അദ്ദേഹം ആ ജെറൂസലേമിലെ വളരെ പ്രമുഖരായ നല്ല കുറേ വ്യക്തികളെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. എന്നിട്ട് അവരവിടേക്ക് താമസിപ്പിച്ചു. എന്നിട്ട് തൻ്റെ പടയാളികൾക്ക് രഹസ്യമായൊരു നിർദ്ദേശവും കൊടുത്തു. ഞാൻ മരിച്ച ഉടനെ തന്നെ ഇവരെ എല്ലാവരെയും തല്ലിക്കൊല്ലണം, കാരണം അവരുടെ മരണങ്ങളെ ഓർത്തെങ്കിലും ഞാൻ മരിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാകും. അപ്പോൾ സ്നേഹമുള്ളവർ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്തുമാത്രം ക്രൂരമായി ചിന്തിക്കാം, എന്തുമാത്രം ക്രൂരമായി പ്രവർത്തിക്കാം, എന്തുമാത്രം സ്വന്തം ആഗ്രഹങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാം. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ ഹെറോദസ്. തൻ്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകി മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെയോ അവരുടെ ജീവിതങ്ങളെയോ അവരുടെ ആഗ്രഹങ്ങളെയോ പരിഗണിക്കാതെ, മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഹെറോദസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വലിയൊരു പരാജയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്
എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുന്നു, ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. താൻ മരിക്കുമ്പോൾ മനുഷ്യരാരും കരയില്ല എന്ന് കരുതി നല്ലവരായ കുറേ പേരെ കൂടെ കൊല്ലാൻ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ്റെ ഹൃദയം എത്ര കഠിനമാണ്, ക്രൂരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം പരാജയപ്പെട്ട ഒരു വ്യക്തിയായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. ഒരു ജീവിത സാഫല്യത്തിൽ എത്തിച്ചേരാനൊന്നും സാധിക്കാതെ സങ്കടങ്ങളോടെ, വേദനകളോടെ, നിരാശയോടെ ഈ ലോകം വിട്ടു പോവുകയാണ്. അപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്, നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം കൂടുതൽ ജ്ഞാനപൂർണമാകേണ്ടതുണ്ട്. ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ ലോകത്തിൽ കൂടുതൽ മനുഷ്യരും, എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, പ്രായമാകും എന്നൊക്കെ അറിഞ്ഞാൽ പോലും ആ ഒരു സത്യത്തെ അവഗണിച്ച് ജീവിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി, എത്ര സമ്പാദിച്ചാലും വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ വേണ്ടി, എത്രയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പോലും കൂടുതൽ കൂടുതൽ നേടാൻ വേണ്ടി സ്വാർത്ഥപരമായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് ഈ ഹെരോദസിനൊക്കെ പോലെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് ഈ ഭൂമിയിൽ നേടിയതെല്ലാം ഒന്നും കൂടെ വരുന്നില്ല, അല്ലെങ്കിൽ ഈ നേടിയിൽ സന്തോഷിച്ചതൊന്നും ഇപ്പോൾ സന്തോഷമല്ല, ഇപ്പോൾ ഭാരങ്ങളായി മാറുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നത് ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒത്തിരി വൈകി മാത്രമാണ്. അപ്പോൾ പലർക്കും സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ജീവിതത്തിൽ കൂടുതൽ ജ്ഞാനികളായിരിക്കണം. നമ്മുടെ ജീവിതം ഇപ്പോൾ എത്ര വയസ്സായി, ഇനി എനിക്ക് എത്ര മുമ്പോട്ട് പോകാൻ സാധിക്കും, എൻ്റെ ജീവിത സായനത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള വഴികളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകണം. വചനം പറയണ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം എന്ന് കർത്താവ് വചനത്തിലൂടെ പറയും. അപ്പോൾ നമ്മൾ ഹെരോദസിനെ കുറിച്ച് പഠിച്ചു. ഈ ഭൂമിയിലെല്ലാം സന്തോഷത്തോടെ ജീവിക്കണം, സ്വാർത്ഥയോടെ ജീവിക്കണമെന്ന് ചിന്തിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച അനേകം വ്യക്തികളുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ ഫ്രാൻസിസ് ആചാര്യയെക്കുറിച്ച് വായിച്ചത് ഓർക്കും. നമുക്കറിയാം, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശ്രമമാണ് കേരളത്തിലെ വാഗമണിലുള്ള കുരിശുമല ആശ്രമം. ആ കുരിശുമല ആശ്രമം സ്ഥാപിച്ച ഫ്രാൻസിസ് ആചാര്യയെക്കുറിച്ച് ഒരിക്കൽ വായിച്ചത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് കടന്നു വന്നത്, അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മാഹ്യൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബെൽജിയത്തിലാണ് ജനിച്ചു വളർന്നത്. ബെൽജിയത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ലണ്ടനിൽ പോയി അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ബെൽജിയത്തിലേക്ക് തിരിച്ചു വന്ന് പട്ടാള സേവനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത വന്നു, എൻ്റെ ഈ ജീവിതം കൊണ്ട് ഇത്രയും നാള് ഞാൻ ഈ ജീവിച്ചിട്ട് എന്താണ് നേടിയത്? അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എന്താണ് ഞാൻ നേടിയത് എന്ന് അദ്ദേഹം ഇങ്ങനെ ഗൗരവത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം പലതും നേടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് 1950 അതിനു മുമ്പ് അങ്ങനെ അദ്ദേഹം ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതോടുകൂടി അദ്ദേഹം അവിടെ തന്നെ ബെൽജിയത്തിൽ തന്നെയുള്ള ഒരു ട്രാപ്പിസ്റ്റ് സന്യാസാശ്രമത്തിൽ ചേരുകയാണ്. അവിടെ ചേർന്ന് ഒരു സന്യാസിയായിട്ട് ജീവിക്കുകയാണ്. ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. സ്നേഹമുള്ളവർ, അതിനുശേഷം അദ്ദേഹം ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും പ്രാധാന്യം കൊടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ്. 1955 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിലെ വാഗമണിലെത്തി. അവിടുത്തെ കാലാവസ്ഥയോടും ദാരിദ്ര്യത്തോടും ഒക്കെ പടപൊരുതി ഒരു സന്യാസ ജീവിതം ആരംഭിച്ച് ഒരു സന്യാസ ആശ്രമം സ്ഥാപിച്ച് അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ഈ ഫ്രാൻസിസ് ആചാര്യ അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകിയിരുന്ന വ്യക്തികൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ജീവിത സായാഹ്നമൊക്കെ എത്തിയപ്പോൾ ജീവിതത്തിൽ ഇത്രയും സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ല. തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചും ഒക്കെ വളരെ സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ മുന്നേറുന്നൊരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിച്ച്
ജീവിത ലക്ഷ്യത്തിൽ മുന്നേറി ദൈവത്തോട് ചേർന്ന് മുമ്പോട്ട് പോകുന്നതിൻ്റെ ആ സംതൃപ്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മുഖത്തു നിന്നും എപ്പോഴും ഒരു ദൈവികമായ പ്രകാശം കടന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് നിന്നിരുന്നവരൊക്കെ പറയുന്നത്. അദ്ദേഹം മരിക്കുന്നത് 90-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം വളരെ ശാന്തമായി, വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ജീവിത സാഫല്യത്തിൽ എത്തിച്ചേർന്നു. എങ്ങനെയാണ് അതിന് സാധിച്ചത്? അദ്ദേഹം നേരത്തെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം, ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ തുടങ്ങി. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായി. തോന്നിയതുപോലെ ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേർന്ന് നിന്നും അദ്ദേഹം വളർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമായി മാറി. സ്നേഹമുള്ളവരെ, പൗലോസ് ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പൗലോസ് ലീഹ 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 കാര്യങ്ങൾ പൗലോസ് ലീഹ പറയാണ്. ഞാൻ നന്നായി പൊരുതി. 2-ാമത്തെ കാര്യം പറയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. 3-ാമത്തെ കാര്യം പറയാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. 1-ാമത്തെ കാര്യം, ഞാൻ നന്നായിട്ട് പൊരുതി. എന്തിനോടാണ് പൊരുതിയത്? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ വെല്ലുവിളികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദാരിദ്ര്യാവസ്ഥകളുണ്ട്. ഈ മേഖലയിൽ അദ്ദേഹം പൊരുതി. പൗലോസ് ലീഹ പറയാണ്, ഞാൻ നന്നായിട്ട് പൊരുതി. 2-ാമതായിട്ട് പൗലോസ് ലീഹ പറയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. സ്നേഹമുള്ളവരെ, ഈ ഓട്ടം പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓട്ട മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ ഓടുന്നുണ്ട്. ആ ഓടുന്നവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തി ഓടുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. പൗലോസ് ലീഹയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം വെച്ച് അദ്ദേഹം ഓടി. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമുക്കും ലക്ഷ്യം വെച്ച് ഓടാൻ സാധിക്കണം. 3-ാമതായിട്ട് പൗലോസ് ലീഹ പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ, അർത്ഥം പിടികിട്ടാത്ത തകർച്ചകളിലൂടെ അദ്ദേഹം കടന്നു പോയപ്പോഴും, അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും വിശ്വാസത്തെ പ്രതി അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഞാൻ നന്നായിട്ട് പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. സ്നേഹമുള്ളവരെ, ജീവിത സാഫല്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 കാര്യങ്ങളാണ് പൗലോസ് ലീഹ നമ്മോട് പറയുന്നത്. നന്നായിട്ട് പൊരുതാൻ തയ്യാറാകണം, ഓട്ടം പൂർത്തിയാക്കാൻ സാധിക്കണം, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് സാധിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം അനുസരിച്ച് മുമ്പോട്ട് പോകണം. ഫ്രാൻസിസ് ആചാര്യയെ പോലെയൊക്കെ ജീവിത ലക്ഷ്യമനുസരിച്ച് ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണി വിശുദ്ധമായൊരു ജീവിതം നയിച്ച് ദൈവത്തിലെത്തിച്ചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന
നാദ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യമക്കളോടുകൂടെ എപ്പോഴും ആയിരിക്കുവാനുള്ള ഈശോയുടെ അധമ്യമായ ആഗ്രഹത്താൽ ഈ തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മളുടെ അരികിലിരിക്കുന്ന ഈശോയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലേക്ക് ക്ഷണിക്കാം, ദുഃഖങ്ങളിലേക്ക് ക്ഷണിക്കാം, രോഗങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും തകർച്ചകളിലേക്കും സംശയങ്ങളിലേക്കും ദുശീലങ്ങളിലേക്കെല്ലാം ഈശോയെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്ന വലിയ ബോധ്യത്തോടെ ഇവിടുത്തെ ഈ ജീവിതത്തിന് ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവസന്നിധിയിലുള്ള ഒരു ജീവിതത്തിനും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഈ ലോകത്തിൻ്റേത് മാത്രമായി ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ നമ്മൾ ജീവിത സാഫല്യത്തിൽ എത്തിച്ചേരുകയില്ല, ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ല. അതാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഹെറോദേസ് എന്ന മനുഷ്യൻ ഈ ലോകത്തിൻ്റേത് മാത്രമായി ജീവിച്ചു. അവസാനം ജീവിതത്തിൽ പരാജയപ്പെട്ട മനുഷ്യനായി ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ അനേകരുണ്ട്. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ക്രമീകരിച്ച് ജീവിത ലക്ഷ്യത്തിന് വേണ്ടി കർത്താവിനെ തേടി കർത്താവിൽ ആശ്രയിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിച്ച് വലിയ സംതൃപ്തിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അനേകരുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകർക്ക് സംഭവിക്കുന്ന വലിയ അപകടമാണ് ജീവിതകാലത്ത് എത്ര സമയമായാലും ജീവിതത്തിൻ്റെ സായന്നത്തെക്കുറിച്ചും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുക. അതേ സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിതത്തിൻ്റെ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് ഓർമ്മിക്കണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്കൊരനുഗ്രഹപ്രദമായ ജീവിതവും സംതൃപ്തി നിറഞ്ഞ സായാഹ്നവും ജീവിത സായാഹ്നവും നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ടും നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എന്നു മാറുമോ വേദനകൾ ഇന്നു തീരുമോ? കണ്ണുനീർ എന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ എന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ? കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ തകർച്ചകളെയും എല്ലാ പ്രതിസന്ധികളെയും കുറവുകളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ലക്ഷ്യം വെച്ച് സ്വർഗം ലക്ഷ്യം വെച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയുടേത് മാത്രമായി ജീവിക്കാതെ
സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേഹത്തിൽ ഒന്നുമില്ലായി നേടിയതെല്ലാം മിഥ്യയേ. ദേഹത്തിൽ ഒന്നുമില്ലായി നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെങ്ങും അങ്ങനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെങ്ങും അങ്ങനല്ലോ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ. ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, മഹത്വം. ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ഈശോയുടെ ശക്തി കടന്നു വരട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ, വലിയ വിടുതൽ ലഭിക്കട്ടെ, കൃപ നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണമേ. റിസൾട്ട് കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. എല്ലാ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണം. വിവാഹ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹായുടെ വാക്കുകൾ, ഞാൻ നന്നായി പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. നന്നായിട്ട് പൊരുതണം ഈ ജീവിതത്തിൽ. ലോകത്തിൽ നമുക്ക് വെല്ലുവിളികളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ച് നന്നായിട്ട് പൊരുതാനുള്ള കരുത്ത് നമുക്ക് വേണം. പൗലോസ്ലീഹ രണ്ടാമതായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അതെ, ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഓടുന്നത്. ലക്ഷ്യമുള്ളവർക്കാണ് ഓടാൻ തോന്നുന്നതും അത് സ്പീഡിൽ ഓടാൻ തോന്നുന്നതും. അതേ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴൊരു ലക്ഷ്യം വേണം. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പൗലോസ്ലീഹ മൂന്നാമതായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും തകർച്ചയിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നീതിയുടെ ന്യായാധിപൻ നമ്മൾ അനുഗ്രഹിക്കും എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ജീവിത ലക്ഷ്യമനുസരിച്ച് മുന്നേറാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.